നമസ്കാരം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രതികൾക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമേറ്റ കശുവണ്ടി വകുപ്പ് സെക്രട്ടറി കെ ബിജു IAS നിരുപാധികം മാപ്പപേക്ഷയുമായി കോടതിയിൽ. എന്നാൽ ശരിയായ രീതിയിലല്ല മാപ്പപേക്ഷ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കി ഇത് തിരുത്തി നൽകാൻ നിർദ്ദേശിച്ച ജസ്റ്റിസ് A ബദറുദ്ദീൻ മാപ്പപേക്ഷ മടക്കി. കോടതിയോട് ഏറ്റുമുട്ടാൻ നിൽക്കരുതെന്നും അങ്ങനെ ചെയ്താൽ ഒരു സർക്കാരിനും നിങ്ങളെ രക്ഷിക്കാനാകില്ലെന്നും കോടതി ഉദ്യോഗസ്ഥന് കടുത്ത മുന്നറിയിപ്പ് നൽകി. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കാം, പക്ഷേ സർക്കാരിന്റെ വെറുമൊരു ആയുധമാവാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ കോടതി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി AP മുഹമ്മദ് ഹനീഷിനെതിരെയും ഇന്ന് കടുത്ത പരാമർശങ്ങൾ നടത്തി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളായ INTUC നേതാവ് R ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ ആദ്യ ഉത്തരവാണ് കോടതി ലക്ഷ്യ നടപടികളിലേക്ക് നയിച്ചത്. പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നത് ഹൈക്കോടതി നിർബന്ധിച്ചതുകൊണ്ടാണ് എന്ന് വരുത്തി തീർത്ത് കോടതിയെ പഴിചാരാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. ഇതേ തുടർന്നാണ് കെ ബിജുവിനോട് ഇന്ന് നേരിട്ട് ഹാജരാകാൻ കോടതി ഉത്തരവിട്ടത്. ഇന്ന് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കോടതിയുടെ അധികാരത്തെ ചെറുതാക്കി കാണിക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് കെ ബിജു വ്യക്തമാക്കി. ഉത്തരവിൽ ഉപയോഗിച്ച ഭാഷ മനഃപൂർവ്വമല്ലെങ്കിലും അനുചിതമായിരുന്നുവെന്നും അത് നിയമപരമായ ഒരു സർക്കാർ ഉത്തരവിൽ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നുവെന്നും അദ്ദേഹം സമ്മതിച്ചു. കോടതിയുടെ ശരിയെയും വിവേകത്തെയും ചോദ്യം ചെയ്യുന്നതായി വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുള്ള ആ ഉത്തരവിലെ എല്ലാ പ്രയോഗങ്ങളും നിരുപാധികം പിൻവലിക്കുന്നതായും മാപ്പപേക്ഷയിൽ പറഞ്ഞിരുന്നു. കെ ബിജുവിന്റെ മാപ്പപേക്ഷയിൽ ചില പ്രധാന കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീനും ചൂണ്ടിക്കാട്ടി. കോടതി നിർദ്ദേശം മനസ്സിരുത്തി പരിശോധിച്ചുവെന്നും അഴിമതി ആരോപണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടതിനാലാണ് CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതെന്ന കാര്യം കൂടി ഉൾപ്പെടുത്തി പുതിയ സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. തുടർന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെതിരെയും കോടതി തിരിഞ്ഞത്. ഇത്തരത്തിലൊരു വിവാദ ഉത്തരവ് പുറപ്പെടുവിക്കാൻ നിലവിലെ സെക്രട്ടറിക്ക് മുഹമ്മദ് ഹനീഷ് ഉപദേശം നൽകിയിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലാതെ വെറുതെ സർക്കാരിന് വേണ്ടി നിലകൊള്ളാനുള്ളതല്ല. ഉദ്യോഗസ്ഥർ ഒരു തരത്തിലുള്ള ഭീഷണികൾക്കും വഴങ്ങരുത്. ഉത്തരവിറക്കുമ്പോൾ അക്കാര്യം മനസ്സിൽ കരുതണം. ധീരന് മരണം ഒരിക്കലേ ഉള്ളൂ എന്ന് നെപ്പോളിയൻ ബൊണാപാർട്ടിനെ ഉദ്ധരിച്ച് കോടതി പറഞ്ഞു. നേരത്തെ ഇറക്കിയ ഉത്തരവിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഉത്തരവിലെ അപകടം മനസ്സിലാക്കിയ അഡ്വക്കേറ്റ് ജനറൽ ഇടപെട്ടതിനെ തുടർന്നാണ് ഇത് പിൻവലിച്ച് പുതിയ ഉത്തരവിറക്കിയത്. എന്നാൽ ആദ്യത്തെ വിവാദ ഉത്തരവ് കൈക്കലാക്കിയ മൂന്നാം പ്രതിയായ R ചന്ദ്രശേഖരൻ വാർത്താസമ്മേളനം നടത്തി രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചിരുന്നു. കോടതിയെ കരിവാരി തേച്ച് പ്രതികളെ രക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നതെന്നാണ് വ്യക്തമാക്കി ഹൈക്കോടതി കടുത്ത നടപടിയിലേക്ക് കടന്നത്. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ചട്ടങ്ങൾ ലംഘിച്ച് ആഫ്രിക്കയിൽ നിന്നും തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടികളുടെ അഴിമതി നടത്തിയ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഭീമമായ നഷ്ടം വരുത്തിയെന്നാണ് CBI കേസ്. ഇതിൽ കോർപ്പറേഷൻ മുൻ MD KA രതീഷ് ഒന്നാം പ്രതിയും ചന്ദ്രശേഖരൻ മൂന്നാം പ്രതിയുമാണ്. കേസിൽ ഉദ്യോഗസ്ഥരുടെ പുതിയ സത്യവാങ്മൂലം വന്ന ശേഷം കോടതി കൂടുതൽ നടപടികളിലേക്ക് കടക്കും.